പി.വി. അൻവറും നിലമ്പൂരും. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഈ രണ്ട് സംഗതികളാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഡി.സി.സി പ്രസിഡന്റ് വി.എസ്. ജോയിയെ നിർദ്ദേശിക്കുകയും യു.ഡി.എഫ് പ്രവേശനം വേണമെന്ന് കർശനമായി ആവശ്യപ്പെടുകയും ചെയ്ത പി.വി. അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് തടയിട്ട് ഒടുവിൽ കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു. യു.ഡി.എഫും പി.വി. അൻവറും തൽക്കാലം സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായെന്നാണ് സൂചനകൾ. ഇക്കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലാണ് സഹകരിച്ച് പ്രവർത്തിക്കാൻ തമ്മിൽ ധാരണയായത്. എന്നാൽ ചർച്ചയിൽ പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻവറിന്റെ ആവശ്യങ്ങൾ യു.ഡി.എഫിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നടക്കില്ല എന്നൊരു സൂചന കൂടി ആ പറച്ചിലുണ്ട്. ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി.വി. അൻവർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അൻവറിന് താൽപ്പര്യമുള്ള ഒരു വ്യക്തിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അയാൾക്ക് വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിനോടും യു.ഡി.എഫ് നേതൃത്വത്തിനോടും സമ്മർദ്ദം ചെലുത്തുന്നു. ഇലക്ഷൻ അടുത്തതോടെ സമ്മർദ്ദം കൂടിക്കൂടി വരുന്നു. ഈ സമയത്ത് സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അൻവറിന്റെ നീക്കങ്ങൾ എന്ന് യു.ഡി.എഫിനും കോൺഗ്രസിനും മനസ്സിലാകുന്നു. ഒടുവിൽ വേണമെങ്കിൽ വന്ന് സഹകരിച്ച് നിന്നോളണം, ഇല്ലെങ്കിൽ അതുവഴി അങ്ങ് പൊയ്ക്കോളണം, താൻ ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്ന് യു.ഡി.എഫും കോൺഗ്രസും അൻവറിന്റെ മുഖത്ത് നോക്കി പറയുന്നു. മറ്റൊരു വഴിയുമില്ലാതെ, യാതൊരു ഉപാധികളുമില്ലാതെ യു.ഡി.എഫിനോട് സഹകരിക്കാമെന്ന് അൻവർ സമ്മതം മൂളുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സഹകരിക്കാം എന്ന് വ്യക്തമായി പറയുകയല്ല അൻവർ ചെയ്തിരിക്കുന്നത്, സമ്മതം മൂളുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് ആ മൂടലിൻ്റെ അർത്ഥം വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാമെന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് സമ്മതമാണെന്ന് പറയുകയല്ല ചെയ്തത് എന്നും മൂളുകയാണ് ചെയ്തത് എന്നും എടുത്തു പറഞ്ഞത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കടും പിടുത്തവുമായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനുള്ള അൻവറിന്റെ നീക്കത്തിന് വഴങ്ങേണ്ടെന്ന് യു.ഡി.എഫ് ഘടകകക്ഷികൾ ഒരേ നിലപാടെടുത്തതോടെയാണ് ഇത്രയും നേരം രാജാവായി വിലസിയ പി.വി. അൻവർ താഴെ ഇറങ്ങി ഭൂമിയിൽ തൊട്ടത്. അൻവർ ഇതുവരെ നടത്തിയ പണിക്ക് ഒരു മറുപണി യു.ഡി.എഫ് തിരിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അൻവറിന് യു.ഡി.എഫിലേക്ക് പ്രവേശനം വേണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് യു.ഡി.എഫ് ആവശ്യപ്പെടുകയായിരുന്നു. നിബന്ധനകൾ വെച്ച് കോൺഗ്രസ് അൻവറിനെ തിരിച്ച് പ്രതിസന്ധിയിലാക്കുമെന്ന പാവപ്പെട്ടവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മറ്റൊരു വഴിയുമില്ലാതെ ഒടുവിൽ പി.വി. അൻവറിന് കോൺഗ്രസിൻ്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളും പി.വി. അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണത്തിന് ധാരണയായത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായ അൻവറിനെ യു.ഡി.എഫിൽ എടുക്കുന്നതിലെ തടസ്സങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടിയത്. തൃണമൂൽ കോൺഗ്രസിനെ യു.ഡി.എഫ് സഖ്യകക്ഷിയാക്കണമെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ അനുമതി വേണം. യു.ഡി.എഫ് യോഗം ചേർന്ന് സഖ്യകക്ഷികളുടെ പിന്തുണ ലഭിക്കണം. അൻവറിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. എന്നാൽ പി.വി. അൻവർ വിടാനുള്ള ഭാവമില്ല. തൃണമൂൽ കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ യു.ഡി.എഫ് പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് അൻവർ എന്ന വ്യക്തിയുടെ പേരിനൊപ്പം ഇല്ലെങ്കിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കണ്ടുകൊണ്ടല്ലല്ലോ അൻവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തൻ്റെ യു.ഡി.എഫ് പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും വേണമെങ്കിൽ ഒഴിവാക്കാൻ തന്നെയാണ് അൻവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സൂചനകൾ. ഇത് സംബന്ധിച്ചുള്ള ചില നിർണായക നീക്കങ്ങൾ ഉടൻ സംഭവിക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യു.ഡി.എഫ് പ്രവേശനത്തിന് പി.വി. അൻവർ 2 മാസം മുൻപ് തന്നെ കത്ത് നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ചേർന്ന യു.ഡി.എഫ് നേതൃയോഗത്തിൽ അൻവറിനെ യു.ഡി.എഫിൽ എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ല. ആർ.എസ്.പിയിലെ ഷിബു ബേബി ജോൺ അടക്കം പുള്ളിക്കാരനെ യു.ഡി.എഫിൽ എടുക്കുന്നതിനോട് ശക്തമായ എതിർപ്പറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, തന്നെ സഹായിക്കുമെന്ന് അൻവർ കരുതിയിരുന്ന മുസ്ലിം ലീഗ് പി.വി. അൻവറിൻ്റെ കാര്യത്തിൽ അനുകൂല നിലപാടും സ്വീകരിച്ചില്ല. ഇതോടെ പി.വി. അൻവറിൻ്റെ യു.ഡി.എഫ് പ്രവേശന വിഷയം മലപ്പുറം ജില്ലാ യു.ഡി.എഫ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ വിടുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തതോടെയാണ് അൻവർ വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയത്. കോൺഗ്രസ് നേതൃത്വം നിലമ്പൂർ സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണന നൽകുന്ന കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെ തള്ളി ഡി.സി.സി പ്രസിഡന്റ് വി.എസ്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അൻവറിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂട് ആരംഭിക്കുന്നതിന് മുൻപാണ് അൻവർ യു.ഡി.എഫിന് മുന്നിൽ പഞ്ചപാവമായി അഭിനയിച്ചത്. പുള്ളിക്കാരൻ എം.എൽ.എ സ്ഥാനം രാജിവെച്ച ദിവസം പറഞ്ഞത് നിലമ്പൂരിൽ താൻ മത്സരിക്കില്ലെന്നും പക്ഷേ തനിക്കിഷ്ടപ്പെട്ട വി.എസ്. ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നുമായിരുന്നു. അന്ന് അൻവർ പറഞ്ഞ ഈ ആവശ്യത്തോട് കോൺഗ്രസും യു.ഡി.എഫും വലിയ മൈൻഡൊന്നും കാണിച്ചില്ല. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ പോയി ചെയ് എന്ന നിലപാടിലാണ് അന്ന് കോൺഗ്രസ് നിന്നത്. അതോടെ അൻവർ ഒന്ന് താന്നു. യു.ഡി.എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും താൻ പിന്തുണയ്ക്കുമെന്ന് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു.
UDFിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ആവശ്യമെന്നും കേരളത്തെ പിണറായി ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും പുള്ളിക്കാരൻ പ്രഖ്യാപിച്ചു. രൗദ്രഭാവത്തിൽ നിന്നും ശാന്തഭാവം കൈക്കൊണ്ട അൻവറെ കണ്ട് UDFും സന്തോഷിച്ചു. അതിനുശേഷം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ കോൺഗ്രസിന് വെപ്രാളം കൂടി. സ്വാഭാവികമാണ്. ഉറപ്പായും ജയിക്കണമെന്ന് കോൺഗ്രസ് ലക്ഷ്യമിടുന്ന ഒരു മണ്ഡലത്തിൽ ആ ജയത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടണം എന്ന് തന്നെ കോൺഗ്രസ് ആഗ്രഹിക്കും. അത്തരത്തിലൊരു വിഷയമാണ് താനെന്നും തൻ്റെ വിഷയം പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുമാണ് അൻവർ തൻ്റെ പ്രസ്താവനകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കോൺഗ്രസിന് സൂചന നൽകിയത്. വീണ്ടും ശാന്തസ്വരൂപത്തിൽ നിന്ന് രൗദ്രഭാവത്തിലേക്ക് അൻവർ മാറുകയായിരുന്നു എന്ന് ചുരുക്കം. സത്യം പറഞ്ഞാൽ ഇതോടുകൂടിയാണ് കോൺഗ്രസിനും UDFിനും ദേഷ്യം വന്നത്. UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് നിലപാടെടുത്ത അൻവർ VS ജോയിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് അംഗീകരിക്കേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പൊതു നിലപാട് കൈക്കൊള്ളൽ കാരണവും ഇതുതന്നെയാണ്. മാത്രമല്ല, നാഴികയ്ക്ക് 40 വട്ടം തങ്ങളെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മമതാ ബാനർജിയും കൂട്ടുകാരും കൊടുക്കുന്ന തൊല്ല ചെറുതല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ എടുക്കുന്നതിലെ പ്രതിസന്ധിയും കോൺഗ്രസ് നേതൃത്വം അൻവറെ അറിയിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെ അൻവറിന് തനിച്ച് UDFിൽ എത്താമെന്നാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ച നിബന്ധനകളിലൊന്ന്. അൻവറിനും തൃണമൂൽ കോൺഗ്രസിനും UDF ഘടകകക്ഷിയാകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഘടകകക്ഷി സ്ഥാനത്തിന് പകരം വരുന്ന തെരഞ്ഞെടുപ്പിൽ അൻവറിന് മലപ്പുറം ജില്ലയിലെ തവനൂരിലോ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലോ സീറ്റ് നൽകാമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു. അവിടെ UDF സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് ഹൗസിൽ വെച്ച് ചർച്ചയ്ക്കായി അൻവറിനെ ക്ഷണിച്ചിരുന്നെങ്കിലും മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ചർച്ച മാറ്റുകയായിരുന്നു. എന്തായാലും കോൺഗ്രസ് മുന്നോട്ട് വച്ച UDF പ്രവേശനത്തിലെ നിബന്ധനകളെ അൻവർ ഇതുവരെയ്ക്കും മറുപടി നൽകിയിട്ടില്ല. എന്നാൽ ചില തീരുമാനങ്ങൾ അൻവറിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത്, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന താൻ നിൽക്കുന്ന പാർട്ടിയല്ല അൻവറെ സംബന്ധിച്ച് പ്രധാനം. UDFിലേക്ക് കയറിപ്പറ്റുക എന്നുള്ളത് തന്നെയാണ്. UDF മുന്നണിയിൽ നിന്നും മത്സരിക്കുക എന്നുള്ളതിന് പകരമാകില്ല ഒരിക്കലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുന്നണിക്ക് വെളിയിൽ നിന്നും മത്സരിക്കേണ്ടി വരുന്നത് എന്ന തിരിച്ചറിവ് PV അൻവറിനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇടഞ്ഞ് തമിഴ്നാട് DMK നേതാക്കളെ കണ്ട് DMK കേരള ഘടകത്തിന് രൂപം നൽകുകയാണ് അൻവർ ആദ്യം ചെയ്തത്. എന്നാൽ അൻവറിൻ്റെ DMKയുമായി ബന്ധമില്ലെന്ന് തമിഴ്നാട് DMK പ്രഖ്യാപിച്ചതോടെ തൻ്റേത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് അൻവർ നിലപാട് മാറ്റി. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു. ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പിൻവലിക്കണമെന്ന അൻവറിൻ്റെ ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു. അൻവറിന് സൗകര്യമുണ്ടെങ്കിൽ പിന്തുണച്ചാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്തു. ഇതോടെ ആലത്തൂരിൽ മുൻ KPCC സെക്രട്ടറി NK സുധീറിനെ DMK സ്ഥാനാർത്ഥിയാക്കി. പാലക്കാട് പക്ഷേ പ്രഖ്യാപിച്ച DMK സ്ഥാനാർത്ഥി മിൻഹാജിനെ പിൻവലിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് നിരുപാധിക പിന്തുണയും നൽകി. ഈ മിൻഹാജ് പിന്നീട് അൻവറെ തള്ളിപ്പറഞ്ഞ് CPMൽ എത്തി എന്നുള്ളത് യാഥാർത്ഥ്യം. അൻവർ കാടിളക്കി പ്രചരണം നടത്തിയിട്ടും ആലത്തൂരിൽ DMK സ്ഥാനാർത്ഥി സുധീറിന് 3920 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇതാകട്ടെ വിജയിച്ച CPM സ്ഥാനാർത്ഥി UR പ്രദീപിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ 1/3 മാത്രമാവുകയും ചെയ്തു. ഇതോടെ കോൺഗ്രസിൻ്റെ പരാജയത്തിൽ പോലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി അൻവർ. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയാതിരുന്നതോടെയാണ് പൊടുന്നനെ PV അൻവർ കൊൽക്കത്തയിൽ പോയി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് MLA സ്ഥാനം രാജിവെച്ചത്. അൻവർ രാജിവെച്ചതോടെ ഉണ്ടായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കിങ് മേക്കർ ആവാമെന്ന് കരുതിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചും UDF പ്രവേശനം ഉടനെ വേണമെന്ന സമ്മർദ്ദവുമായി അൻവർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. എന്നാൽ UDF പ്രവേശനത്തിന് കോൺഗ്രസ് നിബന്ധന വച്ചതോടെ അൻവറിൻ്റെ രാഷ്ട്രീയമാണ് സത്യത്തിൽ പ്രതിസന്ധിയിലായത്. CPM സ്വതന്ത്രനിൽ നിന്നും DMKയും DMKയെ തള്ളിപ്പറഞ്ഞപ്പോൾ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന കേരള DMKയും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലുമെത്തിയ അൻവർ UDF പ്രവേശനത്തിനായി ഒരു പുതിയ കേരള പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ തനിച്ച് UDFിൽ എത്തുകയോ വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ആദ്യത്തെ മാർഗമാണ് അൻവർ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സൂചനകൾ. PV അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ എന്ന് പറഞ്ഞാൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാകുമെന്നാണ് സൂചനകൾ. PV അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവയ്ക്കുകയും പുതിയൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അത് മറ്റൊരു ദേശീയ പാർട്ടിയുടെയും സംസ്ഥാന ഘടകമായിരിക്കില്ല. കേരളത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്വതന്ത്ര പാർട്ടിയായിരിക്കും.
തൃണമൂൽ കോൺഗ്രസ് ചേർന്നപ്പോൾ സംഭവിച്ചതുപോലെ ദേശീയ പാർട്ടികളുടെ സംസ്ഥാന ഘടകമായാലുള്ള പ്രശ്നം ഇനി ഉണ്ടാകാതെ നോക്കണം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട സംഗതിയാണെന്നുള്ളത് അൻവറിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നാണ് സൂചനകൾ. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിൻ്റെ പാർട്ടി UDF മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുമെന്ന് തന്നെയാണ് അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും തൃണമൂലിനോട് ഇടഞ്ഞ് ഒഴിവാകാൻ അല്ല അൻവർ ശ്രമിക്കുക. തൃണമൂൽ നേതൃത്വത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും അൻവറിൻ്റെ ശ്രമം. തൃണമൂലിനെ കൈവിട്ടാൽ സ്വന്തം നേട്ടത്തിനായി പാർട്ടിയെ ഉപേക്ഷിച്ച നേതാവെന്ന ചീത്തപ്പേര് ലഭിക്കും എന്ന ഒരു വിഷയം നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ അത്തരത്തിലുള്ള ഒരു നീക്കം അത്യാവശ്യമാണെന്ന് തന്നെ അൻവർ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ അൻവറിൻ്റെ രാഷ്ട്രീയത്തിന് നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നമുക്കറിയാം.